ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നാടൻ രീതിയിലുള്ള ചെമ്മീൻ, മുരിങ്ങയ്ക്ക, പച്ചമാങ്ങ, തേങ്ങ ചേർത്തുള്ള ഒഴിച്ചു കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായി ഒരു 20 മീഡിയം ഈ വലിപ്പത്തിലുള്ള ചെമ്മീനെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെയുള്ള അഴുക്കെല്ലാം കളഞ്ഞിട്ടുണ്ട്. 5-6 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്ത ചെമ്മീന്, ഒരു മുരിങ്ങയ്ക്കയാണ്. ഇത് നമുക്ക് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുക്കണം. പിന്നെ ഈ മാങ്ങായും കട്ട് ചെയ്ത് പീസാക്കി എടുക്കണം. പിന്നെ മറ്റാവശ്യമുള്ള സാധനങ്ങൾ: തേങ്ങ, അതിൻ്റെ കൂട്ടത്തിൽ അരയ്ക്കാൻ ഒരു 5 ചുവന്നുള്ളി, 3 വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ മറ്റു സാധനങ്ങൾ: 4 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില, വെള്ളം, വെളിച്ചെണ്ണ, കടുക്, ഉലുവ. ഇത് താളിക്കുന്നതിനായാണ്. കടുക്, ഉലുവ, ചുവന്ന മുളക്, കുഞ്ഞുള്ളി, കറിവേപ്പില, ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ആദ്യമായി മുരിങ്ങയ്ക്ക ഒന്ന് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുക്കാം. മാങ്ങ എല്ലാം കട്ട് ചെയ്ത് പീസാക്കിയിട്ടുണ്ട്. മുരിങ്ങയ്ക്കായും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ചെമ്മീൻ വേകാൻ ആവശ്യമുള്ള വെള്ളവും ചേർത്ത് ഒന്ന് ഇളക്കി അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിക്കാം. നമുക്ക് അടച്ചു വെച്ച് ഒരു തിള വരുന്നവരെ വേവിക്കാം. പാത്രത്തിൻ്റെ അടപ്പൊന്ന് തുറക്കാം. ചെമ്മീനൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പച്ചമുളക്, കറിവേപ്പില, മുരിങ്ങയ്ക്ക, മാങ്ങ എല്ലാം കൂടെ ചേർത്ത് ഇളക്കി വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ചെമ്മീൻ വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായി 3 വെളുത്തുള്ളി, ഒരു 5 ചുവന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, തേങ്ങ, തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങയും, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നേരത്തെ നമ്മൾ കറിയിൽ 1/2 ടീസ്പൂൺ ചേർത്തിരുന്നു. 1/2 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അടപ്പ് തുറക്കാം. തേങ്ങയൊക്കെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ട്. നമുക്കിനി കറിയിലേക്ക് ചേർക്കാം. നമുക്ക് അടപ്പൊന്ന് തുറക്കാം. കറിയൊക്കെ ഒരുവിധം മുക്കാലോളം വെന്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരപ്പം ചേർക്കാം. അരപ്പ് ചേർത്ത് നന്നായി ഇളക്കാം. നമുക്ക് ജാറ് കഴുകി വെള്ളം കൂടെ ചേർക്കാം. എല്ലാം ഒന്ന് വീണ്ടും ഒന്ന് ഇളക്കി
5 മിനിറ്റ് കൂടെ വേവിക്കാം, മീഡിയം ഫ്ലെയിമിൽ. അടപ്പൊന്ന് കറക്കാം, ഒന്ന് ഇളക്കി കൊടുക്കാം. കറിയെല്ലാം വെന്ത് കുറുകിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവാണ്, നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് താളിച്ച് ചേർക്കാം. അതിനായി ചെറിയൊരു പാൻ അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകും. വെളിച്ചെണ്ണ നോക്കുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ഉലുവയും ചേർക്കാം. അതിലേക്ക് കറിവേപ്പില ഇടുന്നത്. അതിലേക്ക് 3 ചുവന്ന മുളക്, ഉണക്കമുളക് അത് ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം 2 കറിവേപ്പിലയും കൂടെ ചേർക്കും. പാത്രത്തിൻ്റെ അടപ്പം തുറക്കും. താളിപ്പ് നമുക്ക് കറിയിലേക്ക് ചേർക്കാം. അടച്ചു വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്ന് ഇളക്കി കൊടുക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. അടപ്പ് തുറന്ന് കറി ഒന്ന് ഇളക്കി കൊടുക്കുക. പച്ചമാങ്ങ, മുരിങ്ങയ്ക്ക, ചെമ്മീൻ കറി റെഡി. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. നമുക്കിൻ്റെ ഒരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം.